ടെലിവിഷൻ സംവാദങ്ങളിലെ താരങ്ങളായ ശ്രീജിത്ത് പണിക്കരും രാഹുൽ ഈശ്വറും ഒന്നിച്ചെത്തുന്ന പ്രത്യേക പരിപാടി. രണ്ടുപേരുടെയും നിലപാട് ഒരു കാലത്ത് ഏകദേശം ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നെ എവിടെയോ വെച്ച് നിങ്ങൾ രണ്ടുപേരും എവിടെയൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്നു അവിടെ തമ്മിലൊരു സ്പർദ്ധ വരുന്നതായി കാണുന്നുണ്ട്. രാഹുലിൻ്റെ നിലപാടിൽ ചിലപ്പോഴൊക്കെ ആ ആട്ടമുണ്ട്. ആ ആട്ടം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്റർ റൈറ്റ് ആയിരുന്നെങ്കിൽ BJP എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കും ഒപ്പം എപ്പോഴും നിൽക്കണമായിരുന്നു. കമന്റ്സുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ താങ്കൾ സംഘിപ്പണിക്കർ എന്ന രീതിയിലാണ് അവിടെയും ഇവിടെയും എന്ത് ബാലൻസ് ചെയ്താ സംസാരിച്ചത് നോക്കണം. ബാലൻസിങ് വേണോ എല്ലാ കാര്യത്തിലും? ഇല്ലാതെ എങ്ങനെ ഒരു രാജ്യം മുമ്പോട്ട് പോവാ? കണ്ണടച്ച് എന്നോട് നിലപാടെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ജൻസിയുടെ കൂടെ ആയിരിക്കും. അല്ല, ഏത് വിഷയത്തിലും താങ്കൾ എടുക്കുന്ന നിലപാടിനെ, അതുകൊണ്ടാണല്ലോ ബാലൻസ് കെ നായർ എന്ന് താങ്കൾക്ക് ഒരു വിളിപ്പേരും വന്നത്. അല്ലാതെ ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത് അത്തരം ഒരു ബാലൻസിലാണ്. ദേശീയോദ്ഗ്രഥനത്തിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും പെട്രോളിന്റെ വിലയെക്കുറിച്ച് പറഞ്ഞാലും രാഹുൽ ബാലൻസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കും. കാരണം രാഹുലിന്റെ എല്ലാ കാര്യത്തിലും ബാലൻസ്, മാതൃത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും. ഞാൻ കരുതുന്നത് ഈ ബാലൻസ് എന്ന് പറയുന്നത് ഈസ് എ കോംപ്രമൈസ്.